നമസ്കാരം. കേരളം കലോത്സവത്തിന്റെ ലഹരിയിലും മറ്റൊരുപാട് രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലൂടെയും പോകുന്നതിനിടയ്ക്ക് മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. സഖ്യം, മഹായുതി സഖ്യം, മഹാവികാസ് അഗാഡിയെ കാലവാരി നിലത്തിട്ടടിച്ച് 2 കഷ്ണം വലിച്ചു കീറി 4 ഭിത്തിയിലായിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് കൂടി നിങ്ങൾ തൽക്കാലം അറിയുക. സംഗതി വേറൊന്നുമല്ല, അവിടെ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകൾ നടന്നു. മുംബൈ കോർപ്പറേഷൻ ഏതാണ്ട് 3 പതിറ്റാണ്ടോളം ശിവസേനയുടെ കയ്യിലിരുന്നത് ഇപ്പൊ പലരും ന്യൂസ് ചാനലിൽ പറയുന്നത് ശിവസേനയുടെ കയ്യിൽ നിന്നും പോയി, ശിവസേന അപ്രസക്തമായി എന്നൊക്കെയാണ്. പക്ഷെ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് തെറ്റാണ്. ശിവസേന ശക്തമായി, ഡ്യൂപ്ലിക്കേറ്റ് ശിവസേന ടീം ചത്തൊടുങ്ങി. ഇതാണ് സത്യം. അവരൊതുങ്ങി. നിങ്ങളൊരു കാര്യം ആലോചിക്കും. ഇതിനു മുമ്പ് ദേവേന്ദ്ര ഫട്നാവിസ് 5 വർഷം മുഖ്യമന്ത്രിയായിരുന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ശിവസേന സഖ്യത്തിന് ഭരിക്കാവുന്ന ഭൂരിപക്ഷം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ കൂടെ നിന്ന് ഉദ്ധവ് താക്കറേക്ക് പെട്ടെന്ന് മുഖ്യമന്ത്രി ആവണമെന്നൊരു ആഗ്രഹം. ആര് പിരികേറ്റി കൊടുത്താന്നറിയില്ല. തന്തയുടെ വാലിക്കെട്ടിയിട്ട് അടിക്കാൻ കൊള്ളാത്ത ഒരു മകൻ എന്നേ ഞാൻ പറയുള്ളൂ. കാര്യം ശിവസേന എത്രയൊക്കെ പവറിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു തവണ പോലും ഒരു MLA സ്ഥാനമോ ഒരു മുഖ്യമന്ത്രി സ്ഥാനമോ ഒരു കോർപ്പറേഷൻ മേയർ സ്ഥാനം പോലും ആഗ്രഹിക്കാത്ത ഒരാളായിരുന്നു ബാൽ ഠാക്കറെ. അതൊരു ഒന്നൊന്നര മുതലാണ്. ആൾക്കാരുടെ മുഖത്ത് നോക്കി ഐ എം എ മാഡ് ഹിന്ദു, ഐ എം എ പ്രൗഡ് ഹിന്ദു എന്നൊക്കെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ ധൈര്യം ഉണ്ടായ അന്നത്തെ ഹിന്ദുക്കൾക്ക് അത് പറയാൻ പറ്റുമോ? ഇന്നല്ലേ ഇപ്പൊ ഹിന്ദു എന്നെങ്കിലും പറയുന്നത്. അപ്പോൾ അതിന്റെ അന്തസ്സത്തെ കളഞ്ഞു പൊളിക്കുന്ന രീതിയിൽ, ശരി, ഇയാള് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടു, അത് ഇലക്ഷന് മുമ്പ് ആവശ്യപ്പെടണമായിരുന്നു, ആവശ്യപ്പെട്ടില്ല, ഇലക്ഷൻ കഴിഞ്ഞാണ് ആവശ്യപ്പെട്ടത്, ശരി, കൊടുക്കൂല എന്ന് ബി.ജെ.പി. 100% ഉറപ്പിച്ചു. ഇയാൾ നേരെ ചാടി അപ്പുറത്ത് പോയിട്ട് പുള്ളി അവിടെ ഒരു സഖ്യം ഉണ്ടാക്കി, പുള്ളി മുഖ്യമന്ത്രിയായി. കോൺഗ്രസിന് ബി.ജെ.പിക്കാരെ കണ്ടുകൂടാത്തേ ഉള്ളൂ എന്നാണ് ഞാനും കരുതിയിരുന്നത്. പക്ഷേ ശിവസേന അപ്പുറത്ത് പോയാൽ എന്താ, നമുക്കൊരു വ്യക്തിത്വമില്ലേ, ഒരു ക്യാരക്ടർ, ഒരു മനുഷ്യന് ഒരു ക്യാരക്ടർ ഉണ്ടാവണം. നിങ്ങൾ ഈ ബി.ജെ.പി. ആയിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിന്റെ കൂടെ പോയി എന്ന് കരുതിയിട്ട് ഈ മതപരമായിട്ടുള്ള എന്താ പറയാ വിവേചനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ എങ്ങനെ തോന്നി? ആ സമയത്താണ് അവിടെ ഒരു 3 സന്യാസിമാരെ ജനക്കൂട്ടം അടിച്ചു വന്നത്. എന്നുവെച്ചാൽ പാവങ്ങൾ, ആരും ഉപദ്രവകാരികളല്ല, എവിടെയും ബോംബ് വെക്കാൻ പോയവരല്ല, കയ്യിൽ കത്തിയും വാളും കഠാരയുമായിട്ട് നടന്നവരല്ല. അവർ സാധു സന്യാസികൾ, അവരങ്ങനെ തന്നെയാണ് പറയാ, സാധു സന്യാസികൾ. പാവം അവർ ചിരിച്ചുകൊണ്ട് പോലീസിന്റെ അടുത്തേക്ക് പോകുന്നു. ആ ചിരിക്കുന്ന മുഖത്ത് നോക്കി അവരെ എറിഞ്ഞു കൊല്ലുക, അടിച്ചു കൊല്ലുക തുടങ്ങിയ കലാപരിപാടികളൊക്കെ ചെയ്തു. ഒരു നടപടിയും ഉണ്ടായില്ല. ഇന്ത്യ ഞെട്ടിയില്ല. ഇന്ത്യ ഞെട്ടണമെങ്കിൽ ഉത്തർപ്രദേശിലായിരിക്കണം, UP യോഗി ആദിത്യനാഥ് ഭരിക്കുന്നിടത്തായിരിക്കണം, പിന്നെ അല്ലെങ്കിൽ ഗുജറാത്തിലായിരിക്കണം, അല്ലെങ്കിൽ ബി.ജെ.പി. ഭരിക്കുന്ന എവിടെയെങ്കിലും ആയിരിക്കണം. എന്നാലേ ഇന്ത്യ ഞെട്ടും. എനിക്ക് UP-യിലുള്ള ആൾക്കൂട്ട കൊലപാതകം കണ്ടാലും ഞാൻ ഞെട്ടും. പക്ഷേ ആ ആൾക്കൂട്ട കൊലപാതകത്തിന് എടുത്ത നടപടിയെ കുറിച്ച് ഇവിടെ ഒരു പട്ടികളും പറയാറില്ല. ഏകദേശം 256ഓളം റൗഡികളെ, ക്രിമിനലുകളെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അധികാരത്തിലെത്തി ഇത്രയും കാലത്തിനിടെ കൊന്നു. പക്ഷെ നമ്മളെ മീഡിയ 50 മുസ്ലിങ്ങളെ മാത്രമേ കണ്ടുള്ളൂ. 50 മുസ്ലിങ്ങൾ. ഈ ഗൂണ്ട ആക്ട് നടപ്പിലാക്കി ഫസ്റ്റ് വെടിവെച്ച് വന്നത് ബ്രാഹ്മണനാണ്. ബ്രാഹ്മണൻ, പക്ഷെ ബ്രാഹ്മണനല്ല, കയ്യിലിരിപ്പ് കൊണ്ട് ബ്രാഹ്മണനല്ല, ജനിച്ച കുലം കൊണ്ട് വേണേ ബ്രാഹ്മണൻ, പക്ഷെ കയ്യിലിരിപ്പ് കൊണ്ട് വെറും തന്തയ്ക്ക് ഉറങ്ങാത്ത പട്ടിയായിരുന്നു. വെടിവെച്ചങ്ങ് കൊന്നു. ഇതാണ് സംഭവം. അപ്പൊ അങ്ങനെ 256 50 പേര് മുസ്ലിങ്ങളെന്ന് മീഡിയ റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് ബാക്കി 206 എന്തായാലും മുസ്ലിങ്ങളല്ലേ, നോൺ മുസ്ലിംസ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് സത്യമാണ്. ലോകത്ത് 2 പേരേ ഉള്ളൂ, മുസ്ലിമുകളും പിന്നെ കാഫിറുകളും. അപ്പൊ ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും. അപ്പൊ എനിവേ, അങ്ങനെയുള്ള നടപടികൾ അവിടെ എടുക്കുമ്പോൾ ഇവിടെയൊന്നും ഒരു നടപടിയും ഇല്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ ഏത് പാർട്ടി ആയിക്കോട്ടെ, നിങ്ങൾ ബി.ജെ.പിയുടെ കൂടെ എത്തുന്നതുകൊണ്ട് അല്ലെങ്കിൽ വേറെ കോൺഗ്രസിന്റെ കൂടെ ഇന്ത്യ മുന്നണിയുടെ പോയ ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ ഓട്ടോമാറ്റിക്കലി ഈ ഹിന്ദു വിരുദ്ധത ഉണ്ടാവുകയും ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ തകർക്കാൻ ആഗ്രഹിക്കുക, അവരുടെ സന്യാസിമാരെയൊക്കെ, അങ്ങനെയുള്ള സന്യാസിമാരെ കാവി കണ്ടാൽ തന്നെ ദേഷ്യം വരിക, കാവി ഉടുത്ത സന്യാസിമാരെല്ലാം ആക്രമിക്കുക. നമ്മുടെ നാട്ടിൽ പണ്ടൊരു സന്തോഷ് മാധവൻ കേസ് പണ്ടുണ്ടായിരുന്നു. ഈ സന്തോഷ് മാധവന്റെ കേസ് വന്നതോടുകൂടി ഈ നാട്ടിൽ നമ്മുടെ DYFI-യിൽ പെട്ട എല്ലാവരും വളരെ വയലന്റ് ആയിരുന്നു. അന്ന് ഉള്ള കാര്യം പറയാലോ, നമുക്കും ഇവരോടായിരുന്നു താല്പര്യം. അപ്പൊ ഇവർ ഈ നാട്ടിലുള്ള സകല സന്യാസിമാരെ കാവി ഉടുത്ത് ആരെ കണ്ടാലും ഇവർ ആക്രമിക്കുകയാണ്. ഇത് നമ്മുടെ കൂടെയുള്ള കുറെ ഇപ്പൊ ഞാനൊക്കെ പറയാ, ഇങ്ങനെ നടന്ന് ആക്രമിക്കേണ്ട ആവശ്യം എന്താണ്? ഒരുത്തൻ തെറ്റ്, അതല്ല, ഇവന്മാരൊക്കെ കള്ളന്മാര്, ഈ കാവി ഉടുത്ത കാഷായ കള്ളന്മാര് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ആക്രമണം. അത്രയും സാധുക്കളായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ഒരുപാട് പേരെ ഇവരെ തല്ലി, അടിച്ചു, താടി മുടി വെട്ടിച്ചു. ലോ ആൻഡ് ഓർഡർ ഇവരങ്ങ് കൈകാര്യം ചെയ്തു. പക്ഷെ ഇവർക്ക് ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം, അംബേദ്കറിന്റെ ഭരണഘടന ഭയങ്കര സംഭവം ഉയർത്തിപ്പിടിക്കണം. ഈ സംഭവം അവർക്ക് എപ്പോഴും ഉണ്ട്. പക്ഷെ അവർ നിയമം കയ്യിലെടുത്ത് ഈ പറയുന്ന പാവങ്ങളെല്ലാവരും തല്ലാനും കൊല്ലാനും ഒക്കെ തുടങ്ങി. അത് കഴിഞ്ഞപ്പോ നമ്മുടെ
ഒന്ന് രണ്ട് പാസ്റ്റർമാരുടെ ബലാത്സംഗങ്ങളൊക്കെ വെളിയിൽ വന്നു. സൈലന്റ് ആയി. എന്റെ പരിവർത്തനം ഞാൻ പറയുന്നതാണ് കേട്ടോ, എന്റെ പരിവർത്തനം ഞാൻ പറയുന്നതാണ്. ഇവർ സൈലന്റ് ആയി. അത് ശരിയായില്ല. അപ്പൊ ഞാൻ പറഞ്ഞിടാ ഇറങ്ങ്, ധൈര്യം ഉണ്ടോ ചോദിച്ചു. ഞാൻ നമ്മുടെ സ്വഭാവം വെച്ച് നമ്മൾ ചോദിക്കുമല്ലോ, ചോദിച്ചു ഇറങ്ങണം. പിന്നെ ഈ മദ്രസ പീഡനങ്ങൾ, മദ്രസ അധ്യാപകർ എല്ലാവരും അങ്ങനെയാണോ? എനിക്ക് അഭിപ്രായമില്ല. കാര്യം എനിക്കറിയാവുന്ന മദ്രസ അധ്യാപകരുണ്ട്, എന്റെ കൂട്ടുകാരൻ തന്നെ ഉണ്ട്. അവൻ തന്നെ ഇത് കണ്ടിട്ട് ഇടക്കിടക്ക് ഈ നാറികളക്കാരനോന്ന് അവൻ തന്നെ ഇടക്കിടക്ക് പറയാറുണ്ട്. പക്ഷേ DYFI ഇറങ്ങിയോ? എല്ലാ മദ്രസ അധ്യാപകരെയും തല്ലാൻ, വെള്ളയിട്ട് തലയിൽ കെട്ടുവെച്ച് കിടക്കണ എല്ലാവരും തല്ല ഇറങ്ങിയോ? ഇല്ല. അപ്പോ നിങ്ങൾ ഇന്ത്യ മുന്നണിയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ അറിയാതെ ഒരു ഹിന്ദു വിരുദ്ധത കയറി വരുന്നുണ്ട്. അത് നിങ്ങളാണ് സൂക്ഷിക്കാൻ. ഇവിടെ ശിവസേനയ്ക്ക് പറ്റിയത് അതാണ്. ശിവസേന അപ്പുറത്ത് കയറിയതിന് ശേഷം ശിവസേന മറ്റേ ഈ നാഗവല്ലി കയറിയാണ്, ആള് മാറി. മറ്റേ മാമുക്കോയിലെ പപ്പു പറയുന്നത് ഐരാവത ഐറ്റം സാധനം എഴുന്നേറ്റ്. പിന്നെ ആടിയും ബഹളവും. ഹിന്ദുക്കളെ ആര് തല്ലിയാലും കുഴപ്പമില്ല, ഹിന്ദുക്കൾ ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തിന്റെ അടുത്തൂടെയുള്ള റോഡിലൂടെ ഹിന്ദുക്കളുടെ ഘോഷയാത്ര പോകാൻ പാടില്ല, പിന്നെ ഒന്നും പറയണ്ട. എന്തിനധികം നമ്മുടെ മഹാഗണപതി വിസർജൻ, നമ്മുടെ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ, ഇതൊന്നും പിന്നെ കല്ലേറായി ബഹളമായി. ഒന്നും പറയണ്ട. അതോടുകൂടി ഈ തന്തയുടെ മോൻ എന്നുള്ള ലേബൽ ഉദ്ധവ് താക്കറേക്ക് പോയി. അതുമാത്രമല്ല, ശിവസേന എന്നതിന്റെ ക്യാരക്ടർ പോയി. ശിവസേന ഇതിന്റെ ഇടയ്ക്ക് ബാൽ ഠാക്കറെ, ഇതിനിടയിൽ ഈ ഉദ്ധവ് താക്കറെ എന്തോ നടപടി എടുക്കാൻ ഇതുപോലെ എന്തോ ഒരു പോക്കൃതരം കാണിച്ച് അവിടെയുള്ള ഏതോ ഒരു മുസ്ലിം യുവാവിനെതിരായിട്ടാണ്, എനിക്ക് സംഗതി ഓർമ്മ വരുന്നില്ല, സംസാരിച്ച് വന്നതുകൊണ്ടാണ്. പക്ഷെ സംഭവം ഞാൻ പറഞ്ഞുതരാം. പുള്ളി ഇത് കണക്ക് ഈ ന്യൂനപക്ഷത്തിനെതിരെ പുള്ളി എന്തോ ഒരു നടപടി എടുക്കാനുള്ള അതോ എന്തോ ഒരു പരാമർശം നടത്തിയപ്പോ നമ്മുടെ ഈ സോ കോൾഡ് സം എക്സ്ട്രീമിസ്റ്റ് ഇസ്ലാമിസ്റ്റ് ടീമുകൾ രാജ് ഠാക്കറയുടെ അല്ലെങ്കിൽ ഉദ്ധവ് താക്കറയുടെ വീടിന് മുന്നിൽ, ആരുടെ, ബാൽ ഠാക്കറയുടെ വീടിന് മുന്നിൽ പോയി വെല്ലുവിളിച്ച് മുദ്രാവാക്യം വിളിച്ചു. നിങ്ങൾക്കത് ഞാൻ പറയുമ്പോൾ വലിയ അത്ഭുതം തോന്നുന്നല്ലോ. പക്ഷെ ബാൽ ഠാക്കറയുടെ വീടിന്റെ അവിടെ ചെന്നിട്ട് അവിടെ മുസ്ലിങ്ങൾ പോകുന്നുണ്ട്, അവിടെ അന്നദാനമുണ്ട്, ബാൽ ഠാക്കറയ്ക്ക് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, ബാൽ ഠാക്കറെ ആ മുസ്ലിങ്ങൾ അവിടെ വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുക്കാറുണ്ട്, ബാൽ ഠാക്കറെ അവിടെ മുസ്ലിങ്ങളുടെ ഭവനങ്ങളിൽ പോകാറുണ്ട്, നോൺ വെജ് കഴിക്കാറില്ല, പോകാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. അവിടെ ഇതും വരാറുണ്ട്. പക്ഷെ ഇതുപോലെ എക്സ്ട്രീമിസ്റ്റ് തലയിൽ മതം മൂത്ത ഭ്രാന്തന്മാർ ഒരിക്കൽ പോലും ആ വീട്ടിന് മുന്നിൽ പോയി നിന്നൊന്ന് തുമ്മണം എന്ന് പോലും ചിന്തിച്ചിട്ടില്ലാത്ത ആ വീട്ടിന് മുന്നിൽ, ആ വീടിനൊരു കിടിലം പേരാ, മാധവശ്രീ എന്തോ അടിപൊളി ഒരു പേരാ. അതിന്റെ മുന്നിൽ പോകാൻ പറ്റില്ലായിരുന്നു. ഇങ്ങനെ മനസ്സിൽ എക്സ്ട്രീമിസം വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സംഭവിച്ചു. അതാണ് ക്യാരക്ടർ പോയി, അതിന്റെ അടിസ്ഥാനം പോയി. ശിവസേന യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന ഹിന്ദുത്വം, അതാണല്ലോ അവരുടെ ബേസ്. ഹിന്ദുത്വത്തിൽ അടിസ്ഥാനത്തിൽ പോവുക, മറാഠാവാദികൾ, മണ്ണിന്റെ മക്കൾ വാദം, അതിന്റെ ബേസിൽ പോവുക എന്നതാണ് അവരുടെ അടിസ്ഥാനം. അവരിപ്പോഴും ശിവസേന അവിടെ ശക്തമാണ്, അവർ അവരുടെ രാഷ്ട്രീയ അജണ്ടയിൽ ശക്തമാണ്. അതുകൊണ്ടാണ് വാല് മുളച്ച ഈ കുരുപ്പിനെ ആൾക്കാരെ അടിച്ച് പെട്ടിയിലാക്കിയത്. ഇതോടുകൂടി ഉദ്ധവ് താക്കറെ എന്നേക്കുമായി അസ്തമിച്ചിരിക്കുന്നു. പുലിക്ക് ഉണ്ടായാൽ പോരാ, പുലിയുടെ സ്വഭാവം കൂടി വേണമെന്ന് നമ്മൾ പറയില്ലേ, അതാണ് ഇങ്ങനെ. അപ്പുറത്തോട്ട് പോകുമ്പോൾ ക്യാരക്ടർ മാറുന്നു. നിങ്ങൾ തൊട്ടടുത്ത് തമിഴ്നാട്ടിലോട്ടൊന്ന് നോക്കി നോക്ക്. വേറെ ഒരു മതത്തിനെയും പറയാറില്ല. അതായത് ഇത് ഉദയനിധി സംസാരിക്കുന്നത് അപ്പോൾ ഹിന്ദു അന്ധവിശ്വാസമാണല്ലോ, ഹിന്ദുക്കൾ അന്ധവിശ്വാസം. പക്ഷെ അവർക്ക് ക്രിസ്ത്യാനിറ്റി അന്ധവിശ്വാസമല്ല. പുള്ളിക്ക് ഭയങ്കര വിശ്വാസം ക്രിസ്ത്യാനിറ്റിയിൽ. അത് ശരിയല്ലല്ലോ. അന്ധവിശ്വാസം പറഞ്ഞാൽ എല്ലാ മതങ്ങളും മണ്ടത്തരങ്ങളുണ്ട്, എല്ലാ മതങ്ങളിലും മണ്ടത്തരങ്ങളുണ്ട്. അത് മുഴുവൻ പറയണം. ഇത് ഹിന്ദുക്കളിൽ മാത്രം സനാതനം, ഡെങ്കു, മലേറിയൊക്കെ പോലെ ഒഴുത്തുക്കട്ട വേണ്ടിയ സാധനമാണെന്ന് ആ വായിലേക്ക് പറയുന്നത്. പിന്നെ അവന്റെ അച്ഛനാണെങ്കിൽ പിന്നെ ഏതമ്പലം കണ്ടാലും പുള്ളിക്ക് ഇടിച്ചു നിരത്തിയേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു തലതിരിഞ്ഞ മുഖ്യമന്ത്രി. പക്ഷെ ഇവർക്കൊക്കെ ക്രിസ്ത്യൻ പള്ളി ഭയങ്കര ഭക്തിയാണ്. അവർക്ക് വേണ്ടി എന്ത് വേണേ ചെയ്തു കൊടുക്കും. മതപരിവർത്തനത്തിന് എന്ത് നെറികെട്ട പണി അവർ ചെയ്തു കൊടുക്കും. പിന്നെ മുസ്ലിങ്ങളെ പിന്നെ പറയണ്ടല്ലോ. നിങ്ങളുടെയൊക്കെ ഒരു യോഗം, സത്യം പറയാം, നിങ്ങൾ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളുടെ ഒരു യോഗം നോക്കി. BJP തന്നെ ഇപ്പൊ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇതുവരെ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് പോലും കൊടുക്കാത്ത അത്രയും ആനുകൂല്യങ്ങളും ഫണ്ടുമാണ് ഇവിടുത്തെ ന്യൂനപക്ഷത്തിന് വേണ്ടി അദ്ദേഹം ചെലവഴിക്കുന്നത്. അത്രയ്ക്കും ഫണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. ഈ അടുത്ത് കെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ ഈ ഹജ്ജ് തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ വെള്ളാലയായിരുന്നു മോദി വരുന്നത് വരെ. മോദി വന്നതിന് ശേഷമാണ് അത് കൃത്യമായി പാക്ഡ് ആയ ഒരു ഓർഗനൈസേഷനായി, ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു പ്രോഗ്രാം ആയിട്ട് മാറിയത്. അപ്പൊ ഇത് അദ്ദേഹം ചെയ്യുന്നു. ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങളിപ്പോ മോദി ഉള്ളത് കൊണ്ട് മാത്രം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സന്യാസിമാരെ എവിടെയെങ്കിലും ഇട്ട് ആരെങ്കിലും അടിച്ചു വന്നിട്ട് നമ്മൾ പറയും, ഓ നമ്മുടെ സന്യാസി. അല്ല, ഹിന്ദുവിന് അങ്ങനെയാണല്ലോ. ഹിന്ദുവിന് കേരളത്തിൽ തന്നെ നായരെ അടിക്കണ കണ്ട പുലയനും പറയാനും മിണ്ടാതിരുന്നോണം.
പുലയനും പറയനും അടിക്കുന്നത് കണ്ട നായരും നമ്പൂതിരിയും ഉണ്ടായിരുന്നോണം. ഈ നായരും നമ്പൂതിരിയും പുലയനും പറയനും വേടനും മാടനും മറുതയും എല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു കാലത്തെ പറ്റി നമ്മൾ പറഞ്ഞാൽ എന്റെ പൊന്നോ എവിടുന്നാന്നറിയില്ല കുറെ മറ്റേ സാധനം ഐരാവതം സാധനം ഇറങ്ങും അപ്പോഴേ. ബ്രാഹ്മണൻ ലക്ഷ്മണൻ ശൂദ്രൻ എന്നൊക്കെ പറഞ്ഞു അയ്യോ ഹിന്ദു പുരാണങ്ങൾ സവർണൻ അവർണൻ എന്നൊക്കെ പറഞ്ഞിറങ്ങും. അപ്പോൾ ക്യാരക്ടർ നഷ്ടപ്പെട്ട ഉദ്ധവ് താക്കറെ ആൻഡ് ടീം ശിവസേന അവിടെ ഒതുങ്ങിയിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ മണ്ണും ആത്മാവും അറിയുന്ന നമ്മുടെ പ്രൗഡായിട്ടുള്ള നമുക്ക് സ്വയം പരിവർത്തനം ചെയ്യാനുള്ള കഴിവുണ്ട്. വേറെ ആരും പറഞ്ഞില്ല, അംബേദ്കർ തന്നെ പറഞ്ഞ കാര്യം. ആ കഴിവുള്ള നമ്മൾ ആ ഹിന്ദുത്വവാദികൾ പറയും, നമുക്കിനി പ്രശ്നമൊന്നുമില്ല. ഹിന്ദുത്വവാദികൾ എന്തായാലും 30 വർഷം നീണ്ടു നിന്ന അതിന് ശിവസേനയുടെ ഭരണം ഒരു 20-25 വർഷത്തോളം പവർ തന്നെയാണ് കേട്ടോ. അതിലൊന്നും പറയാനൊന്നുമില്ല. ശിവസേനയായിട്ട് നിന്ന സമയത്ത് ആ ക്യാരക്ടർ പോയി കഴിഞ്ഞാൽ അഴകുഴമ്പൻ ശിവസേന ഉണ്ടല്ലോ, ഈ ഉദ്ധവ് താക്കറയുടെ ഉഡായിപ്പ് ശിവസേന, അത് നശിച്ച് നാറാണക്കല്ല് പിടിച്ചിരിക്കുന്നു. BJP അധികാരത്തിൽ എത്തിയിരിക്കുന്നു. ഇതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്, വ്യക്തിത്വം. അല്ലാതെ വർഷാവർഷം കഴിയുമ്പോൾ സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്തിട്ട് പിന്നെ സ്വാശ്രയ കോളേജ് ഉണ്ടാക്കാനൊക്കെ ഇറങ്ങി പുറപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഞങ്ങൾ ക്യാരക്ടർ ഇല്ലായ്മ എന്ന് പറയും. പറഞ്ഞത് പറഞ്ഞ പോലെ ചെയ്യണം, പറഞ്ഞിടത്ത് തന്നെ ചെയ്യണം. അല്ലാതെ 5 കൊല്ലം 10 കൊല്ലം കൂടുമ്പോൾ കമ്പ്യൂട്ടറിനെ ബഹിഷ്കരിക്കുന്ന ടീമുകളൊക്കെ പിന്നെ കമ്പ്യൂട്ടർ ഇല്ലാതെ ഉറങ്ങാൻ പറ്റൂല, എങ്ങനെയൊക്കെ അങ്ങനെ മാറ്റരുത്. ഇവർ പണ്ടും അങ്ങനെ തന്നെ, ഇപ്പോഴും അതേ ഹിന്ദുത്വ ആശയത്തിൽ തന്നെ അവർ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് അവർ തുടർന്നും വിജയിച്ച് മുന്നോട്ട് പോകുന്നു. ഇതാണ് മഹാരാഷ്ട്ര ഇലക്ഷൻ, ടോട്ടൽ ഇലക്ഷൻ മഹാരാഷ്ട്രയും നമ്മളെ പഠിപ്പിക്കുന്നത്. ജയ് ഹിന്ദ്.